കേരളം ബൂത്തിലേക്ക്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായിട്ട് നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ യു ഖേൽക്കർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2 ഘട്ടങ്ങളിലായിട്ട്, അതായത് ഡിസംബർ 9-ന് 1-ാം ഘട്ടവും ഡിസംബർ 11-ന് 2-ാം ഘട്ടവും ആയിട്ട് വോട്ടെടുപ്പ് നടത്തും. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. 1-ാം ഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളും, 2-ാം ഘട്ടത്തിൽ അതായത് ഡിസംബർ 11-ന് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളും. ഇങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഡിസംബർ 13-ന് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. ഡിസംബർ 18-ന് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കും. നവംബർ 14-നായിരിക്കും ഇത് സംബന്ധിച്ച പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പ്രഖ്യാപിക്കുന്നതും അന്നായിരിക്കും. എന്തായാലും നവംബർ 21-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ്. നവംബർ 21 വെള്ളിയാഴ്ചയാണ്. നവംബർ 22 ശനിയാഴ്ച സ്ക്രൂട്ടിനി നടക്കും, അതിൻ്റെ പരിശോധന നടക്കും. തുടർന്ന് നവംബർ 24 തിങ്കളാഴ്ച വൈകിട്ട് 5 മണി വരെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം നൽകിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഒഴികെ ഉള്ള 1199 ലോക്കൽ സെൽഫ് ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. 2021 ജനസംഖ്യയും വോട്ടേഴ്സ് ലിസ്റ്റും 2020, 20, 21, 24 ഈ 3 വർഷങ്ങളിലെ വോട്ടർ പട്ടികയും ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ഈ ഡീലിമിറ്റേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട് സർക്കാർ. അപ്പോൾ വാർഡുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള വോട്ടർ പട്ടികയാണ് ഇപ്പോൾ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ 33,746 പോളിംഗ് സ്റ്റേഷനുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാവുക. ആകെ 2,84,30,761 വോട്ടർമാരുണ്ട്. ഇതിൽ ഒരിക്കൽ കൂടി ഞാൻ പറയാം, 2,80,30,761 വോട്ടർമാരാണ് ആകെ ഉള്ളത്. അതിൽ 1,40,12,470 പേർ പുരുഷന്മാരും 1,50,18,1010 പേർ സ്ത്രീകളുമാണ്. ഏതാണ്ട് 1.5 കോടി വോട്ടർമാർ സ്ത്രീകളാണ് എന്നർത്ഥം. അതുപോലെ 281 ട്രാൻസ്ജെൻഡർമാരുണ്ട്. 2,841 പ്രവാസി വോട്ടർമാരുണ്ട്. ആ പ്രവാസി വോട്ടർമാരിൽ 2,484 പേർ പുരുഷന്മാരും 357 പേർ സ്ത്രീകളുമാണ്. നമുക്ക് കഴിഞ്ഞ തവണ, അതായത് 2020 ഇതനുസരിച്ച് 21,900 വാർഡുകളാണ് കേരളത്തിലാകെ ഉണ്ടായിരുന്നത്. 6 കോർപ്പറേഷൻ, 86 മുനിസിപ്പാലിറ്റി, അതുപോലെ 14 ജില്ലാ പഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 941 ഗ്രാമപഞ്ചായത്തുകൾ. ഇതിൽ ഇത്രയുമായിട്ട് ഇനി വരുന്നത് 23,612 വാർഡുകളാണ്. കഴിഞ്ഞ തവണ 21,900 വാർഡുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അത് ഇത്തവണ 23,612 വാർഡുകളായിട്ട് ഉയർന്നിട്ടുണ്ട്. ഓരോ വാർഡും ഓരോ നിയോജക മണ്ഡലമാണ്. 941 ഗ്രാമപഞ്ചായത്തുകളിലായിട്ട് 17,337 വാർഡുകളുണ്ട്. അതുപോലെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലായിട്ട് 2,267 വാർഡുകളുണ്ട്. 14 ജില്ലാ പഞ്ചായത്തുകളിലായിട്ട് 346 വാർഡുകളുണ്ട്. 86 മുനിസിപ്പാലിറ്റികളിലായിട്ട് 3,205 വാർഡുകളുണ്ട്. 6 കോർപ്പറേഷനുകളിലായിട്ട് 421 വാർഡുകളുണ്ട്. ഇതാണ് പൊതുവേ ഉള്ള വാർഡുകൾ തിരിച്ചുള്ള കണക്ക്. എന്തായാലും ഡിസംബർ 9, 11 തീയതികളിലായിട്ട് 2 ഘട്ടങ്ങളിലായിട്ട് വോട്ടെടുപ്പ് നടക്കും. ശരിക്കും കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് മാമാങ്കം തന്നെയാണ് നടക്കുക.
വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനലായിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. കേരളത്തിൽ അതുപോലെ രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരം എന്ന ആ ഒരു പതിവ് രീതി മാറിയിട്ട് ഇക്കുറി ശക്തമായ ത്രികോണ പോരാട്ടത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 14 ജില്ലകളിലുമായിട്ട് UDF, LDF, NDA, BJP നേതൃത്വം നൽകുന്ന NDA, ഇങ്ങനെ 3 മുന്നണികൾ അതിശക്തമായ മത്സരത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ട് എല്ലാവരും നടത്തിക്കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മത്സരമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇവിടെ BJP നേരിട്ട് LDF, പ്രത്യേകിച്ചും CPM-ഉമായിട്ട് മത്സരിക്കുന്ന കാഴ്ചയാണ് പല വാർഡുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. കോൺഗ്രസ് പൊതുവെ 2015-ലും 2020-ലും വളരെ പുറകോട്ട് പോയ കോൺഗ്രസും UDF-ഉം ഇക്കുറി ഏത് വിധേനയും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കണം, ഭരണത്തിൽ കയറണം എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി, ഒരു നിശ്ചയത്തോടുകൂടി, ഉറച്ച തീരുമാനത്തോടുകൂടി ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി തുടങ്ങിയത്. 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3 ഘട്ടങ്ങളിലായിട്ട് അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു. അതാദ്യം ചെയ്തത് UDF ആണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി നമുക്ക് തിരുവനന്തപുരത്ത് അതിശക്തമായ ത്രികോണ പോരാട്ടം പല മണ്ഡലങ്ങളിലും, തിരുവനന്തപുരത്തെ നഗരസഭയിൽ, കോർപ്പറേഷനിൽ നടക്കും എന്ന് തീർച്ചയാണ്. ഇവിടെ BJP-ക്കും വലിയ കരുത്തുണ്ട്. LDF ആണ്, CPM-ന്റെ നേതൃത്വത്തിലുള്ള LDF ആണ് കാലങ്ങളായിട്ട് നഗരസഭ ഭരിച്ചു പോരുന്നത്. പക്ഷേ ഇക്കുറി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എന്തു വില കൊടുത്തും ഭരണം പിടിക്കണം എന്ന് നിശ്ചയിച്ച് UDF-ഉം അതുപോലെ തന്നെ BJP-യും. നമുക്കറിയാം, BJP 2015-ല് വലിയ തരംഗമുണ്ടായിരുന്നു. BJP ആദ്യമായിട്ട് 35 വാർഡുകളിൽ ജയിച്ചു. കഴിഞ്ഞ തവണയും BJP അത് നിലനിർത്തി. പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് ഒരു വാർഡ് BJP-ക്ക് നഷ്ടപ്പെട്ടത്. ഒരു മരണത്തെ തുടർന്ന് ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വാർഡ് നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളും ഉണ്ട്. എന്തായാലും വളരെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അത് LDF-നും UDF-നും സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. LDF-ന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജയിച്ചു കയറിയാൽ മാത്രം പോരാ, ശക്തമായ നിലയിൽ ഭൂരിപക്ഷത്തോടുകൂടി, നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരണം. 6 കോർപ്പറേഷനുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ 941 ഗ്രാമപഞ്ചായത്തുകൾ. ഇവിടെ എല്ലാം ഏറിയ കൂറും LDF-ന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. BJP-ക്ക് 2 മുനിസിപ്പാലിറ്റികളിലെ ഭരണമുള്ളൂ. ഒന്ന് പാലക്കാടാണ്, ഒന്ന് പന്തളമാണ്. അതുപോലെ തിരുവനന്തപുരത്ത് BJP നഗരസഭയിൽ മുഖ്യ പ്രതിപക്ഷമാണ്. അവിടെ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. ഇത്തരത്തിൽ മറ്റ് BJP-യെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പഞ്ചായത്തുകളിലും ഭരണമുണ്ട്. പക്ഷേ ഏറിയ കൂറും LDF-ന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. കോൺഗ്രസിനും വലിയ മെച്ചമൊന്നും അവകാശപ്പെടാനില്ല, മേൽക്കൈ പറയാനായിട്ടില്ല. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഇക്കുറി ഇത് 2020-ലെ അവസ്ഥയാണെങ്കിൽ 2025-ൽ എന്തു വില കൊടുത്തും ഏതു വിധേനയെയും വിജയിച്ചു കയറുക, ഭരണം പിടിക്കുക എന്നുള്ളതാണ് UDF-ന്റെയും അജണ്ട. നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം, തുടർച്ചയായി 10 വർഷം പിണറായി സർക്കാരിൻ്റെ ഭരണം, അതിലുണ്ടായിരിക്കുന്ന പാകപ്പിഴകളും വീഴ്ചകളും ചൂണ്ടിക്കാട്ടി ജനങ്ങളെ സമീപിച്ച് ഇതിൽ നിന്ന് ഒരു മോചനം ഞങ്ങൾ ഉണ്ടാക്കിത്തരാം എന്ന വാഗ്ദാനവുമായിട്ടാണ് UDF ഇറങ്ങുന്നത്. എന്നാൽ UDF-ഉം LDF-ഉം ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ഇവർക്ക് 2 പേർക്കും വികസനം കൊണ്ടുവരാൻ സാധിക്കില്ല. യഥാർത്ഥ വികസനം ഇവിടെ കൊണ്ടുവരുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാരാണ്. മുടങ്ങിക്കിടന്ന ബൈപ്പാസുകളെല്ലാം പൂർത്തിയാക്കി, വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നു, അതുപോലെ റെയിൽവേ ലൈനുകൾ ഇരട്ടിപ്പിച്ചു, പുതിയ തീവണ്ടികൾ വരുന്നു, വന്ദേ ഭാരതുകൾ ഓടുന്നു. കേരളത്തിൽ അങ്ങോളം വലിയ വികസന മാറ്റങ്ങൾ, വികസന പുരോഗതി ഒക്കെ കൊണ്ടുവന്നത് BJP, കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരാണ്. കേരളത്തിലും BJP-ക്ക് അധികാരം കിട്ടിയാൽ ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടി വേഗത്തിൽ കാര്യങ്ങൾ നടക്കും എന്ന വാഗ്ദാനവുമായിട്ടാണ് BJP രംഗത്ത് വരുന്നത്. എന്നാൽ
ഈ കഴിഞ്ഞ 10 വർഷം തങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കണം, അതിനുള്ള അംഗീകാരം നൽകണം എന്ന ആവശ്യവുമായിട്ടാണ് LDF ജനങ്ങളെ സമീപിക്കുന്നത്, വോട്ടർമാരെ സമീപിക്കുന്നത്. 3 മുന്നണികളും തങ്ങളുടേതായ രീതിയിൽ മികച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് തീർച്ചയാണ്. അതിന് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. എന്തായാലും ഡിസംബർ 13-ന് നമുക്കറിയാം സെമി ഫൈനലിൽ ആരാണ് വിജയിക്കുക, ആരാണ് പ്രതിപക്ഷത്തിരിക്കുക, ആരാണ് തോറ്റുപോകുന്നത് എന്നൊക്കെ നമുക്ക് ഡിസംബർ 13-ന് അറിയാം. ശക്തമായ ഒരു ത്രികോണ പോരാട്ടം കേരളത്തിൽ അരങ്ങേറാൻ പോകുന്നു. ഒരു വലിയ മാമാങ്കം, തിരഞ്ഞെടുപ്പ് മാമാങ്കം, ജനാധിപത്യത്തിൻ്റെ ഒരു മഹാ ആഘോഷം നടക്കാൻ പോവുകയാണ് കേരളത്തിൽ.